PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ TTC DED കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം DED കഴിഞ്ഞ് +2 മാത്രം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിപ്പിക്കണമെങ്കിൽ, അതായത് ടീച്ചിങ് മേഖല നിൽക്കണമെങ്കിൽ 2030 എന്ത് വരും, നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനും കൂടി വരുവാണ്. അപ്പോൾ ആ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് TTC DED കഴിഞ്ഞ് +2 യോഗ്യത ഉള്ളവർക്ക് ഇനി നിങ്ങൾക്ക് ഈ ഒരു ടീച്ചിങ് മേഖലയിൽ ജോലി ഒരു കോൺസ്റ്റൻറ്റ് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം PSC എക്സാമിലായാലും ഡിഗ്രി നിർബന്ധമാക്കും, ഡെയിലി വേജസ് നിങ്ങൾ പോയാലും അവിടെയൊക്കെ ഡിഗ്രി നിർബന്ധമാക്കും, എല്ലാ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഡിഗ്രി നിർബന്ധമാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകും. 2030 ഇന്ന് നടപ്പിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരു ചിന്ത ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഒരു ഗവൺമെൻറ് ജോലിയാണ്. എനിക്ക് ടീച്ചിങ് മേഖലയിൽ ഒരു ജോലി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ എന്തൊക്കെയോ കാരണം കൊണ്ട് TTC DED എടുത്തതാണ്. ഞാനൊരു ടീച്ചിങ് മേഖലയിൽ ഒരു ജോലി അത്രയും ആഗ്രഹിച്ച് ആ പ്രൊഫഷനെ ഇഷ്ടപ്പെട്ട് വന്ന ആളല്ല. ഞാൻ എങ്ങനെയോ എത്തിപ്പെട്ടതാണ്. പക്ഷേ എനിക്കൊരു ഗവൺമെൻറ് ജോലി നേടിയാൽ മതി, ഒരു ടീച്ചറായിട്ട് തന്നെ കയറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ പോകേണ്ട എന്നാണേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കറിയാം LGS പോലുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല. ആ സമയത്ത് നിങ്ങൾക്ക് DED TTC +2 ഒക്കെ യോഗ്യതകളൊക്കെ എന്ത് എഴുതാം, LGS എഴുതാനായിട്ട് പറ്റും. അപ്പോൾ LGS എഴുതാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ എന്താണ് LGS പരീക്ഷ ഈ TTC DED കഴിഞ്ഞ് നമ്മൾ LPSC എഴുതുന്നതിൽ കുറച്ചും കൂടി സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പഠിക്കാൻ പറ്റുന്ന പോയിൻ്റൊക്കെ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് ഈ LPSC പോലെ തന്നെ ജോലി സാധ്യതയുള്ള പോസ്റ്റ് കൂടിയാണ് LGS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി എടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ടീച്ചിങ് മേഖലയിൽ TTC DED കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഡിഗ്രി ഇല്ല എങ്കിൽ ടീച്ചിങ് മേഖല നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഡിഗ്രി നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അതിനൊരു മാറ്റമില്ല. ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്തായാലും നടപ്പിലാക്കും. 2030 ആ ഡിഗ്രി പ്രാബല്യത്തിലാക്കി വരുന്നത്. ഇപ്പോൾ 2024 ഉടനെ 25 26 2030 ആകുമ്പോഴത്തേനും എന്താണ് ഉറപ്പായിട്ട് ഇത് പ്രാബല്യത്തിൽ വരും. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി മതി, എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല ടീച്ചറായിട്ട് ജോലി കിട്ടണം എന്നുള്ള മനോഭാവമുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ പോകണ്ട. നിങ്ങൾ LGSൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. LGS വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അത് TTCനെ കമ്പയർ ചെയ്ത് TTC DED കഴിഞ്ഞ് LPSനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു LGSൽ കയറിപ്പറ്റി ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അതല്ല ഞാൻ ജീവിത അഭിലാഷമാണ് എനിക്ക് ടീച്ചർ ആവുക എന്നുള്ളത്, അത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചൊക്കെ വന്നൊരു പ്രൊഫഷനാണ് ഈ ടീച്ചിങ് മേഖല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡിഗ്രി എഴുതിയെടുക്കാതെ ഇരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി രണ്ടാമത് അങ്ങനെ ഞാൻ പ്രൊഫഷനെ സ്നേഹിച്ച് വന്ന ഉദ്യോഗാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി എടുക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. ഇനി ഏത് തരം ഡിഗ്രിയാണ് ഞാൻ എടുക്കേണ്ടത്, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ വെച്ച്, അതായത് റെഗുലറായിട്ട് പോയി പഠിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ നിങ്ങൾക്കെങ്കിൽ ഒരു കോളേജിൽ പോയി റെഗുലറായിട്ട് പഠിക്കാം. അതല്ല എനിക്ക് റെഗുലറായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിദൂര വിദ്യാഭ്യാസ രീതി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാവുന്നതാണ്. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കുന്ന പഠിക്കാൻ എടുക്കുന്ന സർവകലാശാല PSC അംഗീകൃതമാണോ, മറ്റെല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണോ, അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ട് മാത്രം പോയി ആ ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അതല്ല ചുമ്മാ എവിടെയൊക്കെയോ പരസ്യം കണ്ടു 1 വർഷം കൊണ്ട് ഡിഗ്രി കിട്ടും, 6 മാസം കൊണ്ട് ഡിഗ്രി കിട്ടും, അങ്ങനെ ഒരുപാട് പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് 6 മാസത്തെ ഡിഗ്രിയൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യുവേഷനൊക്കെ ഉണ്ടെന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോടെയാണ് ഡിഗ്രി കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് PSC അംഗീകൃത യൂണിവേഴ്സിറ്റി ആണോ, അതുപോലെ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യുവേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പോയി ഡിഗ്രി എടുക്കുക. അതല്ല നിങ്ങൾക്ക് റെഗുലറായി പോയി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഗുലറായിട്ടൊരു കോളേജിൽ അഡ്മിഷൻ വെച്ച് അവിടെ പോയി പഠിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ജോലി അല്ല, എനിക്കൊരു ഗവൺമെൻറ് ജോലി മതിയെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് LGS പോസ്റ്റ് വഴി ജോലി കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഈ LPSA പോലെ തന്നെ ഒഴിവ് LGSലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ കോമ്പറ്റീഷൻ LPSനെ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ഒരുപോലെ തന്നെ ആയിരിക്കും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പക്ഷേ എളുപ്പം LGS എഴുതി കയറാനാണ്. കാരണം സൈക്കോളജി ഇല്ല, പെഡഗോഗി ഇല്ല, ഇംഗ്ലീഷ് മാത്സൊക്കെ അത്രയും കഠിനമൊന്നുമല്ല LGSൽ. പക്ഷേ നമുക്ക് LPSൽ
അത്ര പാടായിട്ടുള്ള സിലബസാണ്. നിങ്ങൾക്കറിയാം ഈ പ്രാവശ്യം CPSC എക്സാം എഴുതി ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഏത് ലെവലിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ ആ ലെവൽ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തിലേക്ക് വരിക, നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോലി മാത്രമേ ആഗ്രഹമുള്ളൂ, ഡിഗ്രി എടുക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. LGS പഠിക്കാവുന്നതാണ്. അതല്ല ടീച്ചിങ് മേഖലയാണ് എൻ്റെ പാഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കുക. ആ ഡിഗ്രി നിങ്ങൾക്ക് റെഗുലറായിട്ട് പോയി ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പോയി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.